ഹായ് എവ്രി വൺ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചലഞ്ചുമായിട്ടാണ്, ഒരു ഇമോജി ചലഞ്ചുമായിട്ടാണ്. ചലഞ്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ബനാന ചിപ്സ് 4 ഫ്ലേവറിലാണുള്ളത്. ഈ 4 ഫ്ലേവേഴ്സും ഓരോ മൂഡിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. നിങ്ങൾ ഈ പാക്കറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാക്കറ്റ്സിലും ഓരോ ഇമോജി കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ക്രൗഡിൽ ഓരോ ആൾക്കാരെടുത്തും ഈ എനിക്കിഷ്ടമുള്ള ഓരോ പാക്കറ്റ് കാണിച്ചിട്ട് ഇതിൽ ഇമോജി ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആരാണോ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത് അവർക്ക് ഞാൻ ഒരു ചെറിയ ക്യാഷ് പ്രൈസ് കൊടുക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? വാ. ചെറിയ ചലഞ്ച് ചെയ്യാൻ ഓക്കെയാണോ? അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു ഇമോജി നല്ല ഭംഗിയായിട്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക, അത്രേ ഉള്ളൂ. ഇമിറ്റേഷന് അലീനയാണ് ബെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അലീന ഇത് കറക്റ്റായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 rupees ഞാനിപ്പോൾ സമ്മാനമായിട്ട് തരാം. അതും കൂടെ തരാം. ബാക്കിയുള്ളതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. യെല്ലോ തന്നെയാണല്ലോ എളുപ്പം. ഇതിലും വലിയ പ്രോത്സാഹന സ്വപ്നങ്ങളിൽ വേണ്ട. യു ക്യാൻ. എന്താ അതൊന്ന് സൈഡിൽ പിടിച്ച് കാണിക്കാമോ? എനിക്ക് തോന്നുന്നു അതിനകത്ത് 2 ഈ കണ്ണിന്റെ പ്യൂപ്പിൾസ് രണ്ടും സെന്ററിലേക്കാണ്. അതാ ഞാൻ അത് ചൂസ് ചെയ്തപ്പോൾ അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് 2 കണ്ണിന്റെ 2 കൃഷ്ണമണിയും നടുക്കിലോട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊക്കെ ഷിവർ ചെയ്യുന്നുണ്ട് പാവം. എന്നാലും അല്ലേ കറക്റ്റായിട്ട് കാണിച്ചു. അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കാം അല്ലേ? യെസ്, വളരെ ഭംഗിയായിട്ട് കാണിച്ചു. താങ്കൾക്ക് എൻ്റെ വക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വകയും ഒരു അടിപൊളി. ക്രേവിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ ഓരോ പാക്കറ്റ്സും ഓരോ ഫ്ലേവേഴ്സിലും ഓരോ ഇമോജീസ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ളവരെണ്ണം ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 100 രൂപ സമ്മാനമായിട്ട് തരും. ഒരു യെല്ലോ കൂടെ ഉണ്ട്. സെലക്ട് ചെയ്തൊക്കെയാണല്ലോ എടുക്കുന്നത്. ഏതാണ് എളുപ്പത്തിൽ കാണിക്കാൻ പറ്റും? അതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കാണിക്കണം കേട്ടോ. കറക്റ്റാണോ ഞങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാനാ. ഓക്കെ, ഏകദേശം എനിക്കിതൊന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പോലെ തോന്നിയല്ലേ ഇതുവരെ ചെയ്തിട്ടുള്ളവരെ വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു ഷെയ്ക്കാൻ തരട്ടെ. സൂപ്പറായിട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ക്രേവിൻ്റെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ആരുടെ പേരെന്താ? രാധികയാണ്. അപ്പോൾ നമ്മുടെ ക്രേവിൻ്റെ ക്യാഷ് പ്രൈസ് 2ാമതായിട്ട് സ്വന്തമാക്കി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. 100 rupees ക്യാഷ് പ്രൈസ് തരട്ടുമാ? கொஞ்சம் ஒரு இமோஜி நாளை இமிட்டேட் பண்ண முடியுமா? இந்த இமோஜி ஜஸ்ட் இப்படி வச்சு உன் ஃபேஸில் இந்த இமோஜி ஃபேஸில் இமிட்டேட் பண்ணி அங்கே கேமரா அப்படிதான். ஃபேஸ் கொஞ்சம் ஷையாக இருக்குது, அது பரவாயில்ல. கொஞ்சம் ஹோல்ட் பண்ணுங்க 2-3 seconds. எஸ், தேங்க்யூ ஸோ மச். இது உங்களுக்கு ப்ரைஸ் தராங்க. நான் ഫസ്റ്റ് ഉങ്ങகிட்ட പറഞ്ഞായിരുന്നു. യെസ്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ. യെസ്, നമുക്ക് രണ്ടുപേരും കൂടെ ഒന്ന് കാണിച്ചാലോ? സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ, 100 രൂപ സമ്മാനമായിട്ട് തരാം. ഒന്നുമില്ല, ഇത് നമ്മുടെ ക്രേവിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൺ ബ്രാൻഡാണ്. ഇതിൻ്റെ നോക്കിക്കോ, ബനാന ചിപ്സാണ്. 4 പാക്കറ്റ് ഉണ്ട്. 4 പാക്കറ്റിലും 4 ടൈപ്പ് ഓഫ് ഇമോജീസ് ഉണ്ട്. എളുപ്പമുള്ള ഇമോജി, ഇഷ്ടമുള്ള ഇമോജി സെലക്ട് ചെയ്യുക. അത് മുഖത്തൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക. 100 രൂപ ഞാനിപ്പോൾ സമ്മാനമായിട്ട് തരുന്നതാണ്. തലകുത്തി നിൽക്കുന്നതിനെക്കാട്ടും സിമ്പിളായിട്ട് ടാസ്ക് ഒന്നുമില്ല. നീ ഒരു പാവാൻ തോന്നിയോണ്ടാ ചുമ്മാ കാണിച്ചാൽ മതി. കലിപ്പ് പല്ലിങ്ങനെ കടിച്ചിട്ട് അതന്നെ, അത് ആണ്ട അവൻ്റെ ജോയൊക്കെ അനങ്ങുന്നു. നീ ഒന്ന് കാണിച്ചെന്നാ ആ കലിപ്പ്. അവൻ ഇപ്പോഴത്തെ സിമ്പിളായിട്ട് കാണിക്കും. ഇതൊക്കെ സിമ്പിൾ ആണ്ടത്. ഇത് കാണിച്ചു തരുമോ? അവൻ കാണിക്കും. ഔട്ട്സ്റ്റാൻഡിങ്, ആക്ച്വലി ഔട്ട്സ്റ്റാൻഡിങ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആരും ഇതുവരെ കാണിച്ചിട്ടില്ലടാ. ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞില്ലോട്ട് ഇവന് ഇത്രയും വലിയ കലാകാരൻ. ഇവന് ഓടുന്നത് ഞാൻ ആദ്യം കണ്ടു. താങ്ക് യു അല്ലേ? യെസ്. എടാ ആ എക്സ്പ്രഷനിൽ ഒരു താങ്ക് യു പറഞ്ഞടാ. അങ്ങനല്ല, നേരത്തെ ഒരു എക്സ്പ്രഷൻ കാണിച്ചില്ലേ? താങ്ക് യു. യെസ്, നിനക്ക് സമ്മാനം തന്നില്ലെങ്കിൽ ഞാൻ ആർക്ക് സമ്മാനം കൊടുക്കണം? എൻ്റെ കൂട്ടുകാരനെ ഓവർടേക്ക് ചെയ്തടാ. ഞാൻ കൊടുത്തേക്കട്ടെ? അവന് സന്തോഷമുള്ളൂ. യെസ്, കീപ് ഇറ്റ് അപ്പ്.
തന്നോട്ടെ, ചെറിയൊരു ടാസ്ക് ചെയ്യണം. ഒന്നുമില്ല ചേച്ചി, ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ക്രേവിൻ എന്ന് പറയുന്ന ബനാന ചിപ്സ്. ഒന്ന് പിടിക്കാമോ? അപ്പോൾ ഇതിനകത്ത് 4 ഫ്ലേവേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഫ്ലേവേഴ്സിലും 4 ടൈപ്പ് ഇമോജീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഇമോജി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം. ഇപ്പോൾ തന്നെ ക്യാഷ് പ്രൈസ് തരും. സിമ്പിൾ. യെസ്, ചേച്ചിയുടെ കോൺഫിഡൻസ് ഒക്കെ ഓക്കെ. ഇഷ്ടമുള്ളത് മതി. ഇതൊക്കെ കാണിക്കണം നന്നായിരിക്കും, കാരണം ഇതൊക്കെ ആരും സെലക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ടഫായിട്ടുള്ളതൊന്നും ആരും എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, നിങ്ങൾ 3 പേരും ഇഷ്ടമുള്ള ഓരോന്ന് എടുത്തോളൂ. യെസ്, ചേച്ചി വളരെ സിമ്പിളായിട്ട് കാണിച്ചില്ലേ? യെസ്, ചേച്ചി അടിപൊളി. ആ, ചേച്ചിക്ക് പറ്റും. സൗണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ മുഖത്ത് പുഞ്ചിരിയാ. ക്യൂട്ട് കലിപ്പാണ്. കലിപ്പ് വന്നില്ല, ദേഷ്യം വന്നില്ല. ദേഷ്യം വരും, ചിരി മാറ്റി. അല്ല, അത് ചെയ്യണ്ടോ? ഞാൻ പറയട്ടെ, ദേഷ്യം വരുത്, കലിപ്പ് വരുത്തും. ഓക്കെ, ഫൈൻ. അപ്പൊ ചേച്ചി ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഓക്കെ, താങ്ക് യു സോ മച്ച്. 3 പേരും വളരെ ഫണ്ണി ആയിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുക്കാം അല്ലേ? തരൂ. യെസ്, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു കേട്ടോ. ഇത് ക്രേവിൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പിന്നെ ബനാന ചിപ്സാണ്. 4 ഫ്ലേവറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഫ്ലേവേഴ്സിനും 4 മൂഡ് അനുസരിച്ച് നമ്മൾ ഓരോ ഇമോജീസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിഷ്ടമുള്ളൊരു ഇമോജി ചൂസ് ചെയ്യുക. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക. ഞാൻ ചെറിയൊരു സമ്മാനം തരും. സമ്മാനം എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഇഷ്ടമുള്ളത് എടുത്തോളൂ. കലിപ്പാണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. കലിപ്പ് ഫേസ് ഉണ്ടെന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കതൊന്ന് അതിൻ്റെ പീക്കിൽ കാണിച്ചാലോ? ഓക്കെ. പല്ല് 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 നമ്മുടെ ഈ മോജിയിൽ പല്ലുണ്ട്. അതെന്താ? സിനിമയ്ക്കകത്താണെങ്കിൽ ടെറർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പല്ല് കാണിക്കില്ല. മുഖം നല്ല ടെറർ ആയിട്ട് ന്യൂട്രൽ ആയിട്ട് എക്സ്പ്രഷൻ വേറൊന്നും കാണിക്കില്ലല്ലോ. അതാണ് നമ്മൾ നോക്കുന്നത്. അഡ്മിനെ നമുക്ക് ഭാവം കിട്ടിയാൽ മതിയല്ലോ അല്ലേ? പല്ല് കാണണമെന്നില്ലല്ലോ. ഓക്കെ, താങ്കൾക്ക് താങ്കളുടെ നമുക്കൊരു മാസ് ബീജി ഒക്കെ ഇട്ട്. യെസ്, കലിപ്പന കേട്ടോ. സൂപ്പർ സൂപ്പർ. കോൺഫിഡൻസിന് നമ്മൾ ആദ്യം പ്രൈസ് കൊടുക്കണം. ചെറിയൊരു ടാസ്ക് ചെയ്താൽ മതി, വേറെ ഒന്നുമല്ല. ഇത് നമ്മുടെ ക്രേവിൻ എന്ന് പറയുന്നൊരു ബനാന ചിപ്സാണ്. അപ്പോൾ ഇതിൽ 4 ഫ്ലേവറാണ് നമുക്കുള്ളത്. 4 ഫ്ലേവറിലും 4 ഇമോജി വെച്ചിട്ടുണ്ട്. 4 ഫേസ് കണ്ടില്ലേ, എക്സ്പ്രഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പ്രഷൻ ഫേസിൽ വെറുതെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. അത്രേ ഉള്ളൂ ടാസ്ക്, സിമ്പിൾ ടാസ്ക്. ആ ദേ ഇങ്ങനെ കലിപ്പ് കാണിക്കാമോ? പല്ലൊക്കെ കണ്ടില്ല. ഒന്നുകൂടെ കാണിക്കോ? ഒന്നുകൂടെ നാക്ക് നീട്ടി കാണിക്കോ? നാക്ക് നീട്ടി കാണിക്കോ? ഒന്ന് തൽക്കാലം അത് പറയുമ്പോൾ ഇത് കാണിക്കാം, ഇത് പറയുമ്പോൾ അപ്പോൾ കുഴപ്പമില്ല. ചേച്ചി തന്നെ അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചാൽ. ഏതാ ദേഷ്യമാണ് സേഫ് അല്ലേ? ഞാൻ ചേച്ചി സ്ഥിരമായിട്ട് എടുക്കാറുള്ള പോഷനാണോ? കലിപ്പ് പോഷനാണ് ചേച്ചി. ചേച്ചി എപ്പോഴും കലിപ്പുള്ള കൂട്ടത്തിൽ പെട്ടെന്ന് പറ്റുമല്ലേ? ഇവരൊക്കെ വഴക്കാ കൂട്ടും ചിലപ്പോൾ. അപ്പൊ ചേച്ചി അത് ആ കലിപ്പം കൂടെ കാണിച്ചോ? പല്ലൊക്കെ അങ്ങോട്ട് കാണിച്ചിട്ട് പിരികൊക്കെ പൊന്തണം കേട്ടോ. അയ്യോ, അത്രയൊന്നും പറ്റത്തില്ല. നോർമലി ചേച്ചി ചേച്ചി നോർമലി കാണിക്കാറുള്ള ഒരു കലിപ്പ് പോഷൻ ഒന്ന് കൂട്ടി കാണിച്ചാൽ മതി. ഓക്കെ, ചിരിക്കല്ലേ ചിരിക്കല്ലേ, മുഖത്തുനിന്ന് ആ ഒരു പല്ല് വരത്തില്ല. ബ്രീത്ത് എടുത്തിട്ട് ചെയ്തോളൂ. യു ക്യാൻ. ചിരി വരുന്നു. വന്നില്ല, കലിപ്പ് വന്നില്ല. ഞങ്ങൾ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. ഓക്കെ, ക്യാമറ ഇല്ലെന്ന് വിചാരിക്കും. അത് വിചാരിക്കാൻ പറ്റില്ല, ഇത് കണ്ടുപോയില്ലേ? ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കും, അവരോട് ചൂടാകാന്ന് വിചാരിച്ചിട്ട് ഒരു കലിപ്പം കൂടെ കാണിച്ചാൽ നീ എന്നെ
വരുന്നില്ല, എനിക്ക് ചിരി വരുന്നു. ഈ ക്യാമറയാണ് പ്രശ്നക്കാർ. എന്നാ പിന്നെ നമുക്ക് കലിപ്പ് മാറ്റി വേറെ എന്തെങ്കിലും ആക്കിയാലോ? ഈ സാധനം ആക്കിയാലോ? ഇതെങ്ങനെയുണ്ട്? ഇങ്ങനെ നോക്കൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് നിങ്ങളെ കൊണ്ട് കാണിപ്പിക്കാന്നുള്ളതാണല്ലോ എൻ്റെ ടാസ്ക്. അത് പറ്റും, അത് ഉറപ്പായിട്ടും പറ്റും. നാക്ക് വെച്ചിട്ടല്ലേ? ക്യൂട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു സമ്മാനം കൊടുക്കാം അല്ലേ നമ്മുടെ? യെസ്, അവരുടെ ഡെഡിക്കേഷൻ ഇരിക്കേണ്ട സമ്മാനം. ഓക്കെ, ഫ്രീ ആയിട്ടൊരു സാധനം തന്നാൽ പോലും നമ്മൾ മലയാളികൾ വാങ്ങാത്തത് എന്താ? വാങ്ങില്ലേ? മലയാളം അറിയും? മലയാളിയല്ലേ? നിന്റെ പ്രശ്നം നിന്റെ സംസാരം പോവല്ലേ? അതിനകത്തൊരു ഒരു ഫേസ് ഇല്ലേ? അതിനകത്ത് വേറൊരു ഫേസ് ഉണ്ട്, ഇതിനകത്ത് വേറൊരു ഫേസ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഫേസ് ഉണ്ട്. ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാണ് ഇഷ്ടപ്പെട്ടെ? ക്യൂട്ട്നെസ് ആണോ ഇഷ്ടം? ഈ ക്യൂട്ട്നെസ് മുഖത്ത് കാണിച്ചാൽ ഞാനിപ്പോൾ ഒരു 100 രൂപ തരും. എന്തോ ഒരു പണി കിട്ടുമെന്നല്ലേ? ഇത് ഈ സാധനം മുഖത്തെ എക്സ്പ്രഷനിൽ കാണിച്ചാൽ ഞാനിപ്പോൾ 100 രൂപ തരും. എടാ 100 രൂപ കിട്ടോടാ, എന്തൊക്കെ പറഞ്ഞാലും നീ ഇത് കാണിക്കാതെ ഇവിടുന്ന് പോകരുത് കേട്ടോന്ന്. അങ്ങനെയൊന്നും വേണ്ട, നമ്മളിവിടെ ഓഡീഷൻ ഒന്നുമല്ല, നിനക്ക് അറിയാവുന്ന പോലെ കാണിച്ചാൽ മതി. മതിപ്പാ. എടാ അത് സൈഡിലോട്ടാടാ, കുഴപ്പമില്ലല്ലേ? അവനാവുന്ന പോലെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അപ്പൊ ഏടാ ഇല്ലടാ, നമ്മളങ്ങനെ ആരെയും പറ്റിക്കില്ലടാ, വാക്ക് പറഞ്ഞ വാക്കാ. യെസ്, താങ്ക് യു. അതിലേതാ ഇഷ്ടപ്പെട്ടെ? ഇഷ്ടപ്പെട്ടോ? ചെറിയ ടാസ്ക് ചെയ്താലേ എടുത്തോളാൻ തരുള്ളൂ. സിമ്പിളാ, വലിയ ടാസ്ക് ഒന്നുമില്ല. ഇത് ഏതാ ഇഷ്ടപ്പെട്ടെ? നോക്ക്, പല പല എക്സ്പ്രഷൻ ഉണ്ട്. ഇതാണോ ഇഷ്ടപ്പെട്ടെ? നിങ്ങൾക്ക് ആർക്കാ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ കാണിക്കുന്ന ആൾക്ക് ഞാൻ ഈ പാക്കറ്റ് തരും, ഒരു 100 രൂപയും തരും. സിമ്പിൾ. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട് ഒരു എക്സ്പ്രഷനും കാണിക്കണം. എക്സ്പ്രഷൻ കാണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഈ പാക്കറ്റും തരും, ഒരു 100 രൂപയും തരും. ആദ്യം കാണിക്കണം, എന്നാലേ ഇഷ്ടമുള്ളത് കാണിച്ചാൽ മതി. ഏത് എളുപ്പമുള്ള വെച്ചാൽ കാണിച്ചാൽ മതി. ഏതാ? കലിപ്പാണോ? എന്നാ കലിപ്പ് കാണിച്ചോ. നമുക്ക് കൈ പിടിക്കട്ടെ, എല്ലാം പിടിക്കാൻ പറ്റില്ല. എടാ പിരികം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കലിപ്പ് വരും. പല്ലും കാണിക്കണം. ഇത് കലിപ്പല്ലല്ലോ, ഇത് വേറെ പ്രത്യേകത എക്സ്പ്രഷൻ. ഒരു ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് കലിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഈ ചേച്ചി സാധനം വെറുതെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കലിപ്പൊക്കെ കാണിക്കാൻ പറയുന്ന എന്നോടുള്ള കലിപ്പൊന്ന് മുഖത്ത് കാണിച്ചാൽ മതി. എന്നെ പരിപാടി ചേച്ചി കാണിച്ചെന്നുള്ള സെറ്റപ്പിൽ ഇവൻ പാവം കേട്ടോ. ഇവനെ കലിപ്പ് മുഖത്ത് വരാൻ ഭയങ്കര കഷ്ടപ്പാട്. അവൻ എന്നാലും അത് ട്രൈ ചെയ്തില്ല. അപ്പോൾ നമുക്ക് സമ്മാനം കൊടുക്കാം അല്ലേ? പാവം കുട്ടി. എന്നാ കാണിച്ച സ്ഥിതിക്ക്